ശ്രീ വി വസീഫ്. 110 സീറ്റ് എന്ന് പറയുന്നത് അബ് കി ബാർ 400 പാർ എന്ന് നരേന്ദ്രമോദി പറഞ്ഞതുപോലെയാണോ? 400 സീറ്റ് ലക്ഷ്യമിട്ട NDAക്ക് അത്ര കിട്ടിയില്ല. BJP തന്നെ 240 ഒതുങ്ങേണ്ടി വന്നു. ഈ 110 എന്നുള്ളത് കൂട്ടി പറയുന്നതാണോ അതോ റിയലിസ്റ്റിക് ആയിട്ടുള്ള കണക്കാണോ? അഭിലാഷേ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 110 സീറ്റിൽ ജയിക്കാനുള്ള എല്ലാ സാധ്യതയും ഇന്ന് ഈ കേരളത്തിലുണ്ട്. ഇപ്പോൾ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷവും ഞങ്ങൾ വലിയ രീതിയിൽ പുറകോട്ട് പോയിട്ടില്ല വോട്ടിൽ എന്നുള്ളത് നിങ്ങൾ ഉൾപ്പെടെ എല്ലാവരും വിലയിരുത്തിയതാണ്. നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ വികസനത്തെക്കുറിച്ച് അതുപോലെ തന്നെ കേരള രാഷ്ട്രീയത്തിൽ ഒക്കെ നന്നായി ഇടപെട്ട് ഞങ്ങൾ കുറച്ചുകൂടി സജീവമായിട്ട് രംഗത്ത് നിന്നാൽ ഒരു 110 സീറ്റിലേക്ക് എത്തുന്ന എല്ലാ സാഹചര്യവും ഉണ്ട്. കാരണം ഇടതുപക്ഷമല്ലാതെ മറ്റാരെയാണ് കേരളത്തിൻ്റെ ഭരണം ഏൽപ്പിക്കുക എന്നുള്ളൊരു ചോദ്യമുണ്ട്. 10 വർഷം മുമ്പുള്ള ഉമ്മൻചാണ്ടി ഭരണത്തെ യഥാർത്ഥത്തിൽ ഈ നാട് ഒന്നുകൂടി ഓർത്താൽ ആ 110 മാത്രമല്ല 110ൻ്റെ മുകളിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകും. ഈ കേരളം കണ്ട വികസന പ്രവർത്തനം എന്ന് പറയുന്ന അഭൂതപൂർവമായ വികസന പ്രവർത്തനം ഇന്ത്യയിൽ എല്ലാവിധ മാനവ വികസന സൂചികയിൽ എല്ലാം 1-ാം നമ്പറുള്ള ഒരു സംസ്ഥാനമായി നമ്മുടെ നാട് മാറി. അങ്ങനെ ഒരു ആ സംസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്ന ഏറ്റവും ഒടുവിൽ കേരളം മുഴുവൻ നടന്ന ഒരു എക്സിറ്റ് പോൾ പോലെ ഒരു തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നല്ലോ. ആ റിസൾട്ട് വരുമ്പോൾ LDFന് UDFനേക്കാൾ 7.5 ലക്ഷം വോട്ട് കുറവാണ്. 2020 ഇതേപോലെ 2021 തെരഞ്ഞെടുപ്പിന് മുമ്പ് നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് 5 ലക്ഷം വോട്ട്, 5.40 അത്രയും ലക്ഷം വോട്ട് നിങ്ങൾക്ക് കൂടുതലുണ്ടായിരുന്നു. ആ തെരഞ്ഞെടുപ്പിലാണ്, അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിലാണ് 99 സീറ്റ് നേടിയിട്ടുള്ളത്. അപ്പോൾ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ 10 കൊല്ലം ഭരിച്ച ഒരു സർക്കാർ, സംസ്ഥാനം എന്ന് പറയുന്നത് എപ്പോഴും ആന്റി ഇൻകംബൻസിക്ക് വളരെ സാധ്യതയുള്ള ഒരു സംസ്ഥാനം കൂടിയാണ്. ഒരു ആന്റി ഇൻകംബൻസി വേവ് എപ്പോഴും ഉണ്ടാവാറുള്ള സംസ്ഥാനമാണ് കേരളം. അപ്പോൾ ഇപ്പോൾ നിങ്ങളല്ല, UDF ആണ് പോൾ പൊസിഷനിൽ. അപ്പോൾ അതാണ് ഞാൻ ചോദിച്ചത്, റിയലിസ്റ്റിക് ആയിട്ടുള്ള ലക്ഷ്യമാണോ 110 എന്നുള്ളതാണ്? തീർച്ചയായിട്ടും VS സർക്കാർ അധികാരത്തിൽ വരുന്നത് നിങ്ങൾക്കറിയില്ലേ? 98 സീറ്റിൽ അധികാരത്തിൽ വരിക. പിന്നെ ഞങ്ങൾ അധികാരത്തിൽ നിന്ന് പോകുന്ന വെറും 2 സീറ്റിൻ്റെ വ്യത്യാസത്തിലാണ് അധികാരത്തിൽ നിന്ന് മാറ്റപ്പെടുന്നത്. പിന്നെ തുടർച്ചയായി 91ഉം 99ഉം സീറ്റ് വാങ്ങി ഞങ്ങൾ അധികാരത്തിൽ വരിക. 2010 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ, ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വലിയ രീതിയിൽ പുറകിലായിരുന്നു. വോട്ടിൻ്റെയും അതുപോലെ തന്നെ സീറ്റിൻ്റെയും ഒക്കെ എണ്ണത്തിൽ പുറകിലായിരുന്നു ഞങ്ങൾ. അവിടെ നിന്നാണ് ഞങ്ങൾ 98 സീറ്റിലേക്ക് വന്ന് VS കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി വരുന്നത്. പിന്നീട് 91 സീറ്റിൽ നിന്ന് 99 സീറ്റിലേക്ക് വരുന്നതിന് തൊട്ടു മുമ്പ് നടന്ന ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ അമ്പേ പരാജയപ്പെട്ടതാണ്. ഇക്കഴിഞ്ഞ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് ഞങ്ങൾ മുന്നോട്ടേക്ക് വന്നത് 5% വോട്ടുകൾ വാങ്ങി ഞങ്ങൾ മുന്നോട്ടേക്ക് വരിക. നല്ല രീതിയിൽ ഞങ്ങൾക്കുണ്ടായിരുന്ന എല്ലാ പോരായ്മകളെയും മാറ്റി ഞങ്ങൾ വലിയ മുന്നേറ്റമുണ്ടാക്കുന്ന കാഴ്ചയാണ് കേരളത്തിൽ കണ്ടത്. തീർത്തും വ്യത്യസ്തമായ ഒരു തെരഞ്ഞെടുപ്പായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ വികസന പ്രവർത്തനങ്ങളെ ജനങ്ങൾ ചർച്ച ചെയ്യും. കേരളത്തിൽ വികസനം നടന്നിട്ടില്ല, കേരളത്തിൽ ഒരു മുന്നേറ്റവും ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ കേരളത്തിലെ ഏതെങ്കിലും ഒരു മനുഷ്യന് സാധിക്കും? കനകൊലുവിൻ്റെ ഉപദേശവും നിർദ്ദേശവും ഒക്കെ വാങ്ങി വരുന്ന കോൺഗ്രസ്സുകാർ ഒരു പക്ഷേ അത് പറയും. കാരണം അവർക്കത് പറയല്ലാതെ വേറെ മാർഗ്ഗമില്ല. നുണ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ആക്ഷേപങ്ങൾ ഉന്നയിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ അല്പമെങ്കിലും പിടിച്ചു നിൽക്കാൻ പറ്റൂ എന്നുള്ള ഒരു നല്ല ധാരണ കനകൊലു ഉൾപ്പെടെ ഇവർക്ക് കൊടുത്തിട്ടുണ്ട്. എന്നിരുന്നാലും ശശി തരൂരിനെ പോലെയുള്ളവർ കേരളത്തിൻ്റെ വികസനത്തെക്കുറിച്ച്, കേരളത്തിലുണ്ടായ മാറ്റങ്ങളെക്കുറിച്ച് യാഥാർത്ഥ്യബോധത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്നതാണ് നമ്മൾ കേട്ടതും കണ്ടതും അറിഞ്ഞതും. അതുകൊണ്ട് തന്നെയാണ് ഈ കേരളം ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കും, മതനിരപേക്ഷ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന, വികസനത്തിന് ഊന്നൽ നൽകുന്ന, എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് നിർത്തുന്ന ഇടതുപക്ഷത്തിന് വലിയ മുന്നേറ്റമുണ്ടാകും എന്ന് ഞങ്ങൾ പറയാൻ കാരണം 110 സീറ്റ് എന്ന് കാണുന്നു.